ഞാൻ ഡോക്ടർ അനീഷയാണ്, സ്മൈൽ കോച്ചി ഡെന്റൽ ക്ലിനിക്കിൽ നിന്ന്. ലൈവ് വരാൻ ഒരല്പം താമസിച്ചു, സോറി. നമ്മൾ ലൈവ് വരാമെന്ന് പറഞ്ഞ കാര്യം ഇന്ന് പറഞ്ഞിരുന്നത് പല്ലിൽ കമ്പി ഇടാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. പക്ഷേ അതല്ലാണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ഒരു ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒപ്പം നിങ്ങളുടെ ഡൗട്ട്സിനും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം പറയാം. പല കമ്പി ഇടാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കേസ്, ഒരു ഉടുപ്പ് എല്ലാ ആൾക്കാർക്കും ചേരില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇൻവിസ്ലൈൻ അല്ലെങ്കിൽ ക്ലിയർ അലൈനർ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേസ് ഉപയോഗിച്ച് പല്ലുകൾ കമ്പി ഇടുന്നതിന് പകരം ട്രേസ് ഉപയോഗിച്ച് നമുക്ക് പല്ലുകളെ അകത്തേക്ക് ആക്കാൻ പറ്റും. പക്ഷെ അത് ഒരു ഉടുപ്പിടുന്ന പോലെ തന്നെ, ഒരു ഉടുപ്പ് പലർക്ക് ചേരില്ല എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കേസിലും വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കേസ് അനലൈസ് ചെയ്യും. കേസ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കും. നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ സ്പേസും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്ലൈൻ അല്ലെങ്കിൽ ക്ലിയർ അലൈനർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് പേഷ്യൻറ്റിനെയാണ് ആദ്യം കിട്ടേണ്ടത്. പേഷ്യൻറ്റിനെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരാഴ്ചയെങ്കിലും കിട്ടിയാൽ നമുക്കത് അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് എത്ര സ്പേസ് ഉണ്ട്, എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഉള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് കാര്യം. പക്ഷേ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. സിവിയർ കോംപ്ലിക്കേറ്റഡ് കേസസിനൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സ്, അതായത് ഓർത്തോഡോണ്ടിസ്റ്റുമാർ തന്നെ നോക്കി കൺട്രോൾ ചെയ്യേണ്ട കേസുകളുണ്ട്. അതായത് ഒരു പല്ലിനെ എനിക്ക് ഇത്ര മാറ്റണം, അല്ലെങ്കിൽ ഇത്ര അങ്ങോട്ട് തിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്കണം എന്നുള്ളത് ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കൺട്രോളിൽ തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അതാണ് കമ്പി ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ കമ്പി ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓർത്തോഡോണ്ടിസ്റ്റിന് ഓരോ പല്ലിൻ്റെയും ഡയറക്ഷൻ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ കമ്പിയിട്ട് പല്ലുകൾ ഒതുക്കുന്നതിൻ്റെ ഗുണം അതിൻ്റെയാണ്. അതേപോലെ തന്നെ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു 3D പ്രിൻറ്റിങ് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ അളവ് നമ്മൾ എടുത്തതിന് ശേഷം ലാബിൽ കൊടുത്തു വിടും. ലാബിൽ കൊടുത്തു വിട്ടിട്ട് നമ്മൾ ഓർത്തോഡോണ്ടിസ്റ്റുമാരുമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് ഫുൾ അനലൈസ് ചെയ്ത് അതിന് എത്ര സ്പേസ് ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇത് എത്ര ട്രേസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അതായത് ചിലർക്കത് 15 ട്രേസ് ആകാം, ചിലർക്കത് 10 ട്രേസ് ആകാം, ചിലർക്കത് 25 ട്രേസ് ആകാം. അപ്പം ട്രേസിനനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റും പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഓരോ ട്രേസും നിങ്ങളുടെ കൈ തന്നു വിടുകയാണ്. ഓക്കെ, ആ ട്രേസ് നിങ്ങൾക്ക് തന്നെ മാറ്റി തന്നെത്താൻ നിങ്ങൾക്ക് അതിനൊരു ടൈം ഷെഡ്യൂൾ തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കാം. ഒരുപാട് കമൻസ് വരുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം, നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു ഗീത വേണുഗോപാൽ മുകളിലെ ഒരു പല്ലിന് കളർ കുറവാണ്, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആ ഒരു പല്ലിൻ്റെ കളർ, ഒരു പല്ലിന് മാത്രമേ കളർ വ്യത്യാസം ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പല്ലിന് എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് അതിനൊരു എക്സ്റേ എടുത്തതിന് ശേഷം അതിനെ അനലൈസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പല്ലും ജിജോ ജേക്കബ് എന്ന് പറഞ്ഞ ആൾ പല്ലും മോണയും തമ്മിൽ ചേരുന്ന ഭാഗം ദ്രവിച്ചു പോകുന്നു, എന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് അഴുക്ക് കൂടിയിരിക്കുന്നത് ഭയങ്കരമായിട്ട് അധികമായിട്ടാണ് വരിക. അപ്പോൾ അവിടെ ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ തന്നെ ഡെൻറ്റിസ്റ്റിനെ കാണുക. ഡെൻറ്റിസ്റ്റിനെ കണ്ടതിന് ശേഷം അവിടെ അധികമായിട്ട് ദ്രവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റൂട്ട് കനാലിൻ്റെ ആവശ്യം വരാം. അതൊരു എക്സ്റേയിൽ കൂടി മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ്രവിച്ച് പോകുന്നതിന് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് ഫില്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിട്ട് നിർത്താൻ പറ്റും. ഓക്കെ, അതേപോലെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പി ഇടുന്നതിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. കമ്പി ഇടുന്നത് നമുക്ക് പല ടെക്നിക്കുകളുടെ കമ്പിയുണ്ട്.
പല്ലിനകത്തൂടെ പോലും ഇടുന്ന ലിംഗ്വൽ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. അതല്ല ഫ്രണ്ടിൽ കൂടെ തന്നെ ഉള്ള സ്റ്റീലിൻ്റെയും പല്ലിൻ്റെ കളറിലേതും ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് കമ്പി ഇടുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ പോയി കാണുക. ഏറ്റവും അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഓർത്തോഡോണ്ടിസ്റ്റിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ പല്ലിനെ അലൈൻ ചെയ്യിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യിക്കുക. ഓർത്തോഡോണ്ടിസ്റ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവരാണ് ഇതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവരായിരിക്കും ഇതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ. എല്ലാ ക്ലിനിക്കിലും ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ നല്ല ക്ലിനിക്കുകളിലും ഓർത്തോഡോണ്ടിസ്റ്റ്മാർ ഉണ്ടാവുന്നതാണ് അവരുടെ സേവനം. അപ്പോൾ അവരുടെ സേവനം ചോദിച്ച് വാങ്ങിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ കമ്പി ഒന്നും ഫോൾട്ടി ആയിട്ട് പോയില്ല. അല്ലെ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കമ്പി ഇട്ട് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആയി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനൊരു സാഹചര്യം വരില്ല. ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം ട്രീറ്റ്മെൻറ്റിന് ഉണ്ടാവില്ല. ഓക്കെ. ആൻഡ് അപ്പം ഞാനൊന്ന് ക്ലിയർ അലൈനറിനെ ഒന്ന് കാണിച്ചു തരാം, എന്താ സംഭവം എന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്ലിയർ അലൈനർ. നമ്മളൊരു കുട്ടിയുടെ വി ഷേപ്പായിട്ടിരുന്ന ഒരു പല്ലിൻ്റെ ഒരു ആർച്ചായിരുന്നു. 2 പല്ല് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 2 പല്ല് എടുക്കേണ്ടി വന്നു. ആ കമ്പി ഇടുന്ന അതേ പ്രൊസീജിയർ തന്നെ ഇതിലും നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പല്ലിലോട്ട്, ഇപ്പം നോക്കുമ്പോൾ അറിയാം ഇതൊരിത്തിരി ടൈറ്റാണ്. അപ്പോൾ ആ ടൈറ്റ്നെസ് കൊണ്ടാണ് പല്ലുകൾ അടുക്കുന്നത്. ഓരോ പ്രാവശ്യവും വരുന്ന ട്രേ അടുത്ത പല്ല്, നേരത്തെ ഉണ്ടായിരുന്ന പല്ലിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിരിക്കും. അപ്പം അങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നൊരു പ്രൊസീജിയറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കമ്പി ഇടുമ്പോൾ ഡോക്ടേഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് ഓർത്തോഡോണ്ടിസ്റ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓരോ പല്ലിൻ്റെയും മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ പല്ലുകളെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും. സിമ്പിൾ കേസസ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകൾക്ക് നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്നത് കുറേ മിസ്റ്റേക്കുകളും അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് കേസ്. ഇതാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ എൻഡ് റിസൾട്ട്. ഇതായിരുന്നു അതിൻ്റെ എൻഡ് റിസൾട്ട്. സോ യു ക്യാൻ സീ. അപ്പം ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇതൊന്നുകൂടെ കാണിക്കാം. ആദ്യത്തെ ഫസ്റ്റ് കാസ്റ്റ് ഇതായിരുന്നു, കാണാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട്, ലാസ്റ്റ് വന്ന ഫൈനൽ കാസ്റ്റിൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ പലരും, ഇതാണ് അതിൻ്റെ ട്രേ. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുക. പല്ലിൽ ഇട്ടാൽ അറിയില്ല, പല്ലിൽ കുത്തിക്കൊണ്ട് കയറില്ല. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്താ പറയുന്നത്, ഓരോ പ്രാവശ്യം നമുക്ക് ടൈറ്റൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കമ്പി വന്ന് കുത്തിക്കൊണ്ട് കയറുന്ന അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. അവനവൻ്റെ നാച്ചുറൽ പല്ലേ തന്നെ ഇരിക്കുന്ന പോലെ തന്നെയുള്ള എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതാണ് എന്താ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ, ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. സ്മൈൽ കൊച്ചിയെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഡെൻറ്റിസ്റ്റിനെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ നമ്പർ 7999995339 ആണ്. ഒന്നുകൂടെ പറയാം, 7999995339. അപ്പം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പേഴ്സണലി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉള്ള ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. നമ്മൾ സ്മൈൽ ഡിസൈനിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഓൾറെഡി കമ്പി ഇട്ടവർക്ക് പല്ലിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഗ്യാപ്പുകൾക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ ഇടവശത്ത് ഉള്ള ഗ്യാപ്പ് കൂടി വരും. അത് കമ്പി ഇട്ടതിന് ശേഷമാണെങ്കിൽ പോലും അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആ ഒരു ഇറങ്ങി വന്ന ദശ നമ്മളൊന്ന് മാറ്റി മേളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പം അത് ചെയ്താൽ മാത്രമേ ആ പല്ലിൻ്റെ ഇടയ്ക്കത്തെ വിടവ് മാറാൻ സാധ്യതയുള്ളൂ കമ്പി ഇട്ടതിന് ശേഷം.
ഓക്കെ. അതേപോലെ തന്നെ സാധാരണ പല്ലിൻ്റെ ഇടകളിലുള്ള വിടവ്, കമ്പി ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അടുത്ത ഓപ്ഷൻസ് ഉണ്ട്, വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് വെനിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. വെനിയർ ഉണ്ട്, ലാമിനേറ്റ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് പല്ലൊന്നും ട്രിം ചെയ്യേണ്ട, പല്ലിനെ കട്ട് ചെയ്യേ വേണ്ട, പല്ലിനെ തൊടണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഫ്രണ്ടിൽ ഒരു കവറിങ് കൊടുക്കുന്നു, ഒരു കോട്ടിങ് കൊടുക്കുന്നു. അപ്പം പല്ലിൻ്റെ കളറുകൾ അല്ലെങ്കിൽ പല്ലിൻ്റെ വിടവ് ഇതൊക്കെ നമുക്ക് ആ ഒരു കവറിങ് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെയുള്ള ഒരെണ്ണമാണ് വെനിയേഴ്സ് എന്ന് പറയും. വെനിയേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ഗ്യാപ്പ് ഉള്ളപ്പം, പല്ല് കളറുള്ളപ്പം, പിന്നെ പല്ലിന് എന്തെങ്കിലും ചെറിയ കേട് വന്നു, ഫില്ലിങ് വന്നു കഴിഞ്ഞപ്പം അങ്ങനെ വന്നു, വൃത്തികേടായി, കളർ വ്യത്യാസം വന്നു, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ വെനിയേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വശം ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഒറിജിനൽ ഇരിക്കുന്ന നല്ല പല്ലിനെ, നാച്ചുറൽ പല്ലിനെ നമ്മൾ തൊടുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതിന്. അപ്പം അതിന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ ഒരു കാസ്റ്റ് കാണിക്കാം. ഒരു ചെയ്ത പേഷ്യൻറ്റിൻ്റെ കാസ്റ്റാണ് അത്. അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു പല്ലിൽ മാത്രം പ്രിപ്പയർ ചെയ്തേക്കുന്നത് കാണാം, ഒരു പകുതി മാത്രം. ബാക്കി അകത്തോട്ടെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഒരു ശകലം ഒരു 1 mm 2 mm കട്ടിയുള്ളൂ, ഒരു ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ഹാഫ് കവറിങ് കൊടുക്കുന്നു. ഇതാണ് വെനിയേഴ്സ്. ഓക്കെ. ഇത് ഫുൾ കവറല്ല, ഹാഫ് കവർ മാത്രമാണ്. നോക്കിക്കോളൂ, പുറകു വശത്തോട്ട് അതിൻ്റെ കവറിങ് ഇല്ല, ഫ്രണ്ടിൽ മാത്രം അതിൻ്റെ കവറിങ് വരും. ഇതാണ് വെനിയേഴ്സ്. ഇത് സ്മൈൽ ഡിസൈനിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. കാരണം ഇപ്പം സപ്പോസ് ഇപ്പോൾ ചെറിയ പല്ലുകളുള്ള ഒരു മാൻലി ആയിട്ട് ഒരാൾക്ക് ചെറിയ പല്ലുകൾ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ കാണത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് കാണും. ഇതാണ് വെനിയർ. അകത്ത് പല്ല് തന്നെയാണ്, നമ്മുടെ ഒറിജിനൽ പല്ല് തന്നെയാണ് വെനിയറിനുള്ളത്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ വെനിയേഴ്സ്. അപ്പം ഇത് എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ആള് ഭയങ്കര വലുതാണ്, പക്ഷെ വായിക്കാത്ത പല്ലുകളൊക്കെ ഭയങ്കര ചെറുതായിരിക്കും, കുഞ്ഞു കുഞ്ഞ് പല്ലുകളായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നമ്മുടെ വായിക്കാത്ത പല്ലില്ലാത്ത പോലെ, അതായത് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ചിരിക്കുന്ന പോലെ ഒരു ചിരിയായിരിക്കും അവർക്കൊക്കെ കിട്ടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ പല്ലിനെ ഡിസൈൻ ചെയ്തിട്ട് വെക്കുമ്പോൾ, അതായത് വെനിയേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പല്ലുകളെ തന്നെ, ആ ചെറിയ പല്ലുകളെ ഉപദ്രവിക്കാണ്ട് തന്നെ നമുക്ക് ആ പല്ലുകൾക്ക് നീട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവിടെയാണ് വെനിയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് തന്നെ നമുക്ക് ലാമിനേറ്റ്സിൽ ഉപയോഗിക്കാം. ലാമിനേറ്റ്സ് എന്ന് പറയുന്നത് അതിന് പല്ലിന് തൊടുകയേ വേണ്ട, ആ ഉള്ള പല്ലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലാമിനേറ്റ്സ്. അത് ഇതുപോലെ തന്നെ കാണാൻ ഇതുപോലൊക്കെ തന്നെ ഇരിക്കും. വെനിയേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെനിയേഴ്സിന് കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും. നമ്മൾ കുറച്ചൊന്ന് ട്രിം ചെയ്യുന്നതുകൊണ്ട്, കുറച്ചൊന്ന് രാഗി വിടുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പല്ലിൻ്റെ സപ്പോർട്ട് കാണും. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ വെനിയേഴ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ക്രൗൺസ്, അതായത് യൂഷ്വലി ഇപ്പോൾ എല്ലാവരുടെ വായിലും ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരുടെ വായിലും ഒരു റൂട്ട് കനാലെങ്കിലും കാണാണ്ടിരിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്, ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേക്കുന്നത്, അതായത് ഫ്രണ്ടിലത്തെ പല്ലുകളിൽ വരുമ്പോൾ ക്യാപ്പ് ചെയ്യുമ്പോൾ, മെറ്റൽ സെറാമിക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഡാർക്ക് ഒരു ഗ്രേയിഷ് കളർ നമുക്ക് ആ ക്രൗൺസിന് ഫീൽ ചെയ്യാൻ പറ്റും. അത് എനിക്ക് തന്നെയല്ല, ഇപ്പം വേറൊരാൾ ചെയ്തിട്ട് നമുക്ക് വെളിയിൽ പോയിട്ട് നിൽക്കുമ്പോൾ വേറൊരാൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വെച്ച പല്ലാണെന്നുള്ളത് മനസ്സിലാവും. അത് മെറ്റൽ സെറാമിക്കിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആ ഒരു അകത്ത് മെറ്റൽ ഉള്ളത് കൊണ്ട്, പുറത്ത് മാത്രം പല്ലിൻ്റെ കളർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് വരും, ഒരു ഗ്രേയിഷ് ഷെയ്ഡ് പുറത്തേക്ക് വരും. ഞാനത് കാണിച്ചു തരാം അതെന്താ സംഭവം. അപ്പോൾ അത് ഫ്രണ്ടിലത്തെ പല്ലിനെ അതിന് വെക്കുമ്പം കണ്ടോ, ഇതാണ് മെറ്റൽ സെറാമിക് എന്ന് പറയുന്നത്. അകത്ത് മെറ്റലാണ്, പുറത്താണ് പല്ലിൻ്റെ കളറുള്ളത്. നമ്മൾ ആദ്യം വെക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും, പക്ഷെ കുറച്ച് ആൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ചിരിയൊക്കെ പ്രത്യേകിച്ച് ചേഞ്ച് ആയിട്ട് വരും.
അപ്പം നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരും. അതായത് കാണുന്ന പല്ലുകൾ വരുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ്, അതായത് ഫ്രണ്ടിലത്തെ പല്ലുകൾ വരുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പല്ല് വെച്ചാൽ ഏറ്റവും ഭംഗിയായിട്ട് വരും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പല്ലുകളുടെ സാമ്പിളും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പല്ല്. ഇതിനകത്ത് മെറ്റൽ തീരെ ഇല്ല, കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്രൗണുകൾ. ഓക്കെ, അപ്പം ഇതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പല്ലിന് ആ നാച്ചുറൽ പല്ലിൻ്റെ ലുക്ക് കൊടുക്കാനുള്ള ഏറ്റവും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ മെറ്റൽ ഫ്രീ ക്യാപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ടിലത്തെ പല്ലുകൾ ഇനിയെങ്കിലും നമ്മൾ വെക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു സജഷനാണ്, എടുക്കാമെങ്കിൽ എടുക്കാം. മെറ്റൽ ഫ്രീ ക്യാപ്പുകൾ വെക്കാവുന്നുണ്ടെങ്കിൽ മറ്റതിനേക്കാളും മെറ്റൽ സെറാമിക്കിനേക്കാളും കുറച്ചൊരു പൈസയുടെ വ്യത്യാസമേ വരുള്ളൂ. അത് വെക്കാവുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതായിരിക്കും കുറച്ചുകൂടെ സ്മൈലിനെ എൻഹാൻസ് ചെയ്യുന്നത് മെറ്റൽ ഫ്രീ ക്രൗൺസ് തന്നെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അത് കാണുന്ന പല്ലുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പുറയിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പല്ലുകൾ വെക്കാം. പുറയിലോട്ടും മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്യാപ്പുകളുണ്ട്, വിച്ച് ഇസ് മറ്റേതിനെക്കാട്ടിലും, അതായത് മെറ്റൽ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെറ്റൽ ഇല്ലാത്ത ക്യാപ്പുകൾ വെക്കുമ്പോൾ. അതാണ് വേറൊരു ജനറൽ ഇൻഫോർമേഷനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പല്ലില്ലാതെ വരുമ്പോൾ, അതായത് പണ്ട് പറ്റിയൊരു മണ്ടത്തരം കൊണ്ട് ഒരു പല്ലിനെ എടുത്തു കളയുമ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള പല്ലുകൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും. അതായത് ഇപ്പോൾ ഒരു നടുക്കൊരു പല്ല് എടുത്തു കളഞ്ഞപ്പം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന പല്ലുകൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും. അതേപോലെ തന്നെ മേലെ നിൽക്കുന്ന പല്ല് താഴത്തോട്ട് ഇറങ്ങി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പല്ലുകളുടെ എല്ലാം ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ട് ഓരോ പല്ലും കേടാവാൻ തുടങ്ങും. അങ്ങനെ കേടാവുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ പല്ലും ഒരു പല്ല് എടുത്ത് കളയുന്നതുകൊണ്ട് ബാക്കി പല്ലുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല്ല് എടുക്കരുതെന്ന് ആദ്യം പറയും. എടുക്കാതെ തന്നെ റൂട്ട് കനാൽ ചെയ്യാം. പിന്നെ മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇന്ന് വരെയും അങ്ങനെ ഒന്നും പ്രൂവൺ ആയിട്ടില്ല. അതൊക്കെ വെറും മിഥ്യാധാരണകളാണ്, റൂട്ട് കനാലിൻ്റെ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. റൂട്ട് കനാലിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. പണ്ടായിരുന്നു റൂട്ട് കനാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ വരുന്നത്. ഇപ്പം റൂട്ട് കനാൽ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. പേഷ്യൻസിന് അങ്ങനെ വലിയ പെയിനുകളൊന്നും അറിയില്ല. ഓക്കെ, അപ്പം റൂട്ട് കനാലിനെ ആരും പേടിക്കേണ്ട. പല്ല് എടുത്ത് കളയുന്നതിനേക്കാളും എന്തുകൊണ്ട് ഭേദം റൂട്ട് കനാൽ ചെയ്ത് തന്നെയായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇനി ഇൻ കേസ് ഇപ്പോൾ ഒരു പല്ല് നമ്മൾ എടുത്തു കളഞ്ഞു, ഒരു രക്ഷയില്ല, ആ പല്ലിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, നമ്മൾ എടുത്തു കളഞ്ഞു, പറ്റിപ്പോയി, അല്ലെങ്കിൽ നേരത്തെ എടുത്തു കളഞ്ഞത് നമുക്കിപ്പോൾ റീപ്ലേസ് ചെയ്യണം. അതിന് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. 2-3 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, 2 ഓപ്ഷൻ, ഒരെണ്ണം റിമൂവബിൾ ആയിട്ട്, അതായത് ഊരി എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പല്ല് റീപ്ലേസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പറ്റുന്നത് ഒരു പല്ല് എടുത്ത് കളയുന്നത് കൊണ്ട് മറ്റ് പല പല്ലുകളും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഓരോ പല്ലുകളും എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്ന ടെക്നോളജി. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അതും ഈ പറഞ്ഞ പോലെ റൂട്ട് കനാലിൻ്റെ അതേ പ്രൊസീജിയേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇംപ്ലാന്റിനെ അങ്ങനെ പേടിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല. സാധാരണ ഒരു പ്രൊസീജിയറാണ്. പല്ല് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ മരവിപ്പിച്ച് ആ അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ മരവിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ. ഓക്കെ, ഇംപ്ലാന്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ടായിരുന്നു നമുക്ക് അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കും ഒക്കെ പല്ലില്ലാതെ വരുമ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് പല്ലുകൾ വെക്കുന്നത് അന്നേരമായിരിക്കും. ഇപ്പം നമുക്ക് ഊരിയെടുക്കുന്ന പല്ലുകളുടെ ആവശ്യമില്ല. ഫിക്സഡ് ആയിട്ട്, എന്താ നോക്കിക്കോ, ഇത് ഫിക്സ്ഡ് ആണ്, കണ്ടോ, ഞാൻ ഊരാൻ നോക്കുന്നുണ്ട്, കണ്ടോ, ഇത് ഓൾ ഓൺ 4 ടെക്നിക്ക് എന്ന് പറയും. അതായത് ഒരു പല്ല് പോലും ഇല്ലാത്ത ആൾക്ക് പോലും നമുക്ക് ഫിക്സഡ് ആയിട്ട് പല്ല് വെച്ച് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിനകത്തോട് നോക്കിയാൽ കാണാം ഒരു
ഒരു ഇംപ്ലാന്റുകൾ കിടക്കുന്ന കാണാം. ഓരോന്നും ഇംപ്ലാന്റുകൾ കിടക്കുന്നത് കാണാം. ആ ഇംപ്ലാന്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഇംപ്ലാന്റ് നമ്മുടെ എല്ലിനകത്ത് സപ്പോർട്ടഡ് ആണ്, എല്ലിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. അതിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഓരോ പല്ലും വെച്ച് കൊടുക്കുന്നത്. കണ്ടോ? ഇത് ഊരി വെക്കുന്ന പല്ലിൻ്റെ സ്ട്രക്ചർ തന്നെ, പക്ഷേ ഇറ്റ്സ് ഫിക്സ്ഡ്, നമുക്ക് ഊരാൻ പറ്റത്തില്ല. കണ്ടോ? ഓക്കെ, ഇത് ഊരാൻ പറ്റില്ല. പക്ഷേ എന്നാൽ നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും, നല്ല കട്ടി ഉണ്ടാവും, പല്ല് കഴിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഊരി വെക്കുന്ന പല്ലുകൾ വെക്കേണ്ട ആവശ്യവും വരില്ല. ഊരി വെക്കുന്ന പല്ലുകൾ വെക്കുമ്പോൾ അറിയാലോ, ഇവിടെ എല്ലാം ഒരു പ്ലേറ്റ് വരും. അപ്പം നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പല അപ്പച്ചന്മാരും അമ്മച്ചിമാരും അമ്മാമ്മമാരും അപ്പാമ്മമാരൊക്കെ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കുഴഞ്ഞു വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമുള്ളൊരു ഓപ്ഷനാണ് ഇങ്ങനെ ഇംപ്ലാന്റ് ഇട്ട് കൊടുക്കുക. ഇംപ്ലാന്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് പുറത്ത് പല്ല് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ സിസ്റ്റം തന്നെ നമുക്ക് ഒറ്റ പല്ല് പോയാലും ചെയ്യാൻ പറ്റും. അതായത് ഒരു പല്ല് മിസ്സിംഗ് ആയിട്ടുള്ളവർക്കും ഈ ഇംപ്ലാന്റ് ഇട്ടിട്ട് അതിനൊരു ക്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പല്ല് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് അത് നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. ബോണിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അത് എത്ര നാളും നമ്മുടെ ബോണുണ്ടോ അത്രയും നാളും ആ ഇംപ്ലാന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇംപ്ലാന്റ് ആണ് ഫസ്റ്റ്. നിങ്ങൾക്ക് ഒരു പല്ല് പോയാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഒരു ഇംപ്ലാന്റ് തന്നെയാണ്. കാരണം വേറെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഷുഗർ ഉള്ളവർക്ക് ഇടാം, തീർച്ചയായിട്ടും ഇടാം, പക്ഷെ കൺട്രോളിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതിന് മുന്നേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ഫുൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പെട്ടെന്ന് ഉള്ള പരിപാടികളല്ല എല്ലാം ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ അനലൈസിങ് സെക്ഷൻസ് ഉണ്ട്. ആ ഓരോന്നിൻ്റെ അനലൈസിങ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുകയുള്ളൂ. അല്ലാണ്ട് ആദ്യമേ വരുന്നുണ്ടെന്ന് തന്നെ പിടിച്ചിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇംപ്ലാന്റ് ഇടുവാണെങ്കിൽ നമുക്കൊരു ഫുൾ എക്സ്റേ വേണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം ഫുൾ ഓക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇംപ്ലാന്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യാം, ഡിലേഡ് ആയിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. ഓക്കെ, അത് പോട്ടെ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് FPD എന്ന് പറയുന്നത് ഫിക്സഡ് പാർഷ്യൽ ഡെൻചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ലാസ്റ്റിൽ കമൻറ്റുകൾ മൊത്തം നോക്കിയിട്ട് ഞാൻ ആൻസേഴ്സ് പറഞ്ഞുതരാം. ഓക്കെ, കുറേ ഉണ്ട്. സോ ചെറിയൊരു വിടവ് വീണിട്ടുണ്ട്. അത് വിജിൻഷ ട്രിവാൻഡ്രത്തുനിന്ന് കേട് വീണേക്കുന്നത് ചെറിയൊരു വിടവ് കൊണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടതിന് ശേഷം ആ പല്ല് അടച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വെനിയേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് 12 വയസ്സുള്ള മകൻ്റെ പല്ല് പൊട്ടുന്നു, എന്താണ് കാരണം? 12 വയസ്സുള്ള കുട്ടിയുടെ പല്ല് ഫ്രണ്ടിലത്തെ പല്ലാണോ ബാക്കിലത്തെ പല്ലാണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ബാക്കിലത്തെ പല്ലാണെങ്കിൽ ചെറിയ കുട്ടികൾ, പാൽപ്പല്ലുകളാണെങ്കിൽ മിക്കവാറും അത് കേടായിട്ടായിരിക്കാം പൊട്ടുന്നത്. ഫ്രണ്ടിലത്തെ പല്ലാണെങ്കിൽ നമ്മളത് നോക്കേണ്ടി വരും, കാണേണ്ടി വരും എന്തുകൊണ്ടാണ് അത് പൊട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനുള്ള കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ശ്രീവിദ്യ 12 ഇയേഴ്സ് ആയ മോൾക്ക് മുകളിലെ പല്ലിൻ്റെ തൊട്ട് താഴെ മോണയിൽ വേറെ പല്ല് വന്നിരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? മുകളിൽ ഇപ്പം സപ്പോസ് രണ്ടും പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകളാണ് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും സ്പേസ് ഇല്ലാഞ്ഞിട്ടായിരിക്കാം വന്നേക്കുന്നത്. രണ്ടും പെർമനൻ്റ് ആണോ എന്നുള്ളത് ആദ്യം കാണണം. കാരണം പെർമനൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് വന്നേക്കുന്നത്. ഇൻ കേസ് പെർമനൻ്റ് അല്ല, മറ്റേത് നിൽക്കുന്നത് പാൽപ്പല്ലാണ് എന്നുണ്ടെങ്കിൽ ആ പാൽപ്പല്ലിനെ എടുത്ത് കളയുക. ആദ്യം പാൽപ്പല്ലിനെ എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ അകത്ത് നിൽക്കുന്ന പല്ലിനെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ഓർത്തോ കറക്ഷൻസ്. കമ്പിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ദിലീപ് കോട്ടുകുളങ്ങര, യെല്ലോ കളർ വരുന്ന എന്നാ ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് യു ഹാവ് മെനി ഓപ്ഷൻസ് ആക്ച്വലി. ചീസ് വൈറ്റനിങ് ഉണ്ട്. യെല്ലോ കളർ വരുന്നതിന് ഒരു പ്രധാന കാരണം ഞാൻ പറഞ്ഞുതരാം. പല്ല് കൂടുതൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇട്ട് പല്ല് നന്നായിട്ട് ഉരച്ച് തേക്കാറുണ്ട്. ദാറ്റ്സ് എ ഫസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് വി ഓൾ ഡു.
അതാണ് ആദ്യം നിർത്തേണ്ടത്. കൈൻഡ്ലി യൂസ് എ സോഫ്റ്റ് ബ്രഷ് ആൻഡ് യൂസ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻസ് അല്ലെങ്കിൽ ഒരു റൗണ്ട് മോഷൻ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. ഒരുപാട് ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ചൊരച്ച് തേക്കുമ്പോഴാണ് പല്ലിൻ്റെ കളറ് നഷ്ടപ്പെടുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്നത് ടീത്ത് വൈറ്റനിങ് ആണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ടീത്ത് വൈറ്റനിങ് ഇറ്റ്സ് നെവർ ലോങ് എൻഡിങ് പ്രൊസീജിയേഴ്സ്. ഒന്നുമല്ല, റിസൾട്ട് ലോങ് റിസൾട്ട് ഒന്നുമല്ല, ലോങ് എൻഡിങ് റിസൾട്ട് അല്ല. ഒരു വർഷം 2 വർഷമൊക്കെ നിൽക്കുന്ന റിസൾട്ടുകളാണ് ടീത്ത് വൈറ്റനിങ്ങിൽ ഉണ്ടാവുക. അപ്പം അത് വേണമെങ്കിലും ചെയ്യാം. അതല്ല, ഒരുപാട് കളർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ, ഞാൻ പറഞ്ഞല്ലോ, വെനിയേഴ്സ് ചെയ്യാം നിങ്ങൾക്ക്. അതിലും നമുക്ക് ചെയ്യാം, സ്മൈൽ ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വീണ്ടും പേഴ്സണലി വിളിക്കാം. 7999995339 ആണ് എൻ്റെ നമ്പർ. വിളിക്കാം അതിലേക്ക്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ടീത്ത് ക്ലീൻ ചെയ്യാനുള്ള റെമഡി എന്തെങ്കിലും പ്ലീസ് അഡ്വൈസ്. ടീത്ത് ക്ലീൻ ചെയ്യാൻ ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെമഡി. 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുക. ആൻഡ് യു ക്യാൻ യൂസ് ഫ്ലോസ് ഉപയോഗിക്കാം, ഇൻ്റർഡെൻ്റൽ ഫ്ലോസ് ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ ഇൻ്റർഡെൻ്റൽ ബ്രഷ് കിട്ടും, അതും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമുണ്ട്, വാട്ടർ ഫ്ലോസ് എന്ന് പറയും. വാട്ടർ ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പല്ലിൻ്റെ ഇടവശം ഇങ്ങനെ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബൈജു കുമാർ മാക്സിലോഫേഷ്യൽ സർജറി അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാക്സിലോഫേഷ്യൽ സർജറി അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു കേസസിനായിരിക്കും നമ്മൾ മാക്സിലോഫേഷ്യൽ സർജറി അഡ്വൈസ് ചെയ്യുന്നത്. അതിന് ഈ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ഫുൾ എക്സ്റേസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. മാക്സിലോഫേഷ്യൽ സർജറി എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റൽ ബൗണ്ടായിട്ടായിരിക്കും ചെയ്യുന്നത്, വിത്ത് ഹെൽപ്പ് ഓഫ് എ സർജൻ ഉള്ളി. സർജൻ തന്നെ ആയിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് മാക്സിലോഫേഷ്യൽ സർജറിയെ കുറിച്ച് എനിക്ക് പറയാനൊക്കെ. പിന്നെ മാക്സിലോഫേഷ്യൽ സർജറി എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈമാക്സ് ഒക്കെ വരുന്ന കേസസിനാണ്. നല്ലോണം എല്ലുകൾ തെള്ളി നിൽക്കുന്ന കേസുകളിലാണ് നമ്മൾ പിന്നെ ഈ മാക്സിലോഫേഷ്യൽ സർജറീസ് ചെയ്യുന്നത് ഫോർ എ സ്മൈൽ കറക്ഷൻ. ഓക്കെ, അതല്ലാതെ ചെയ്യുന്ന കേസുകളുണ്ട്. ഇപ്പം ഇത് ചെയ്യുന്നത് സ്മൈൽ കറക്ഷന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിലോഫേഷ്യൽ സർജറി ചെയ്യുന്നത് എല്ലുകൾ ഭയങ്കരമായിട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ അണ്ടർ ഗ്രോത്ത് ഉള്ള സമയത്തോ ആണ് നമ്മൾ മാക്സിലോഫേഷ്യൽ സർജറി ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ ജോ ഡീവിയേറ്റഡ് ആയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് പേഷ്യൻ്റെ അതിൻ്റെ ഹിസ്റ്ററി കിട്ടണം. ആൻഡ് പ്ലസ് ദ എക്സ്റേസ് ഐ നീഡ് ടു ഹാവ്. എന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ബൈജു കുമാറിൻ്റെ ആയിരുന്നു സംശയം. ശാന്തി സുരേഷ്, എൻ്റെ മകന് 6 ഇയറായി. അവൻ്റെ മുകളിലെ പല്ലിന് കട്ടിയില്ലായിരുന്നു, അത് പൊടിഞ്ഞു പോയിട്ട് കുട്ടി അവിടെയുണ്ട്, എടുത്തു കളയണോ? ഓക്കെ ഫൈൻ. അതിൻ്റെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയ പിള്ളേരിൽ നമ്മൾ മാതാപിതാക്കളായിട്ട്, ഇപ്പം എനിക്കൊരു മോളുണ്ട്, നമ്മൾ മാതാപിതാക്കളായിട്ട് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അപ്പം പറ്റുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അതായത് നമ്മൾ രാത്രി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ ലാസ്റ്റ് കൊടുക്കുന്ന ഒരു കവിള് പാല് കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് തങ്ങിക്കിടക്കും. ഈ നമ്മൾ ഉണ്ടായി വരുമ്പോൾ തന്നെ നമ്മുടെ 2 പല്ലിൻ്റെ, അതായത് പെർമനൻറ്റ് പല്ലിൻ്റെയും പാൽപ്പല്ലിൻ്റെയും ടൂത്ത് ബെഡ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായ്ക്കകത്ത് ഓൾറെഡി പ്രസൻ്റ് ആണ്. 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പല്ലുകൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പല്ലുകൾ നമ്മുടെ വായ്ക്കകത്ത്, കുഞ്ഞുങ്ങളുടെ വായ്ക്കകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിന് ആദ്യം ചെയ്യേണ്ടത്, ഈ പാല് കൊടുത്തതിന് ശേഷം എത്ര ആണെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു നല്ല പീസ് ഓഫ് തുണി കൊണ്ട്, ഒരു ഗോസ് പീസ് തുണി കൊണ്ട് ഒന്ന് മോണ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ലാസ്റ്റ് കവിള് പാല് വായ്ക്കകത്ത് തങ്ങിക്കിടക്കും. പിള്ളേർ അറിയില്ല, കുട്ടികൾ അറിയാണ്ട് തന്നെ ഉറങ്ങിപ്പോവും. ഇതിങ്ങനെ വായ്ക്കകത്ത് കിടക്കും. കുറേ നേരം കിടക്കുമ്പോൾ അതിനകത്തിരുന്നാണ് നമ്മുടെ പാൽപ്പല്ലുകളൊക്കെ അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ കണ്ടന്റ് കാരണം, മധുരത്തിൻ്റെ കണ്ടന്റ് കാരണം മൈക്രോബ്സ് വളരുന്നതിന് ശേഷം നമുക്ക് പല്ലുകൾ വരുന്നത് തന്നെ ഭയങ്കര കട്ടി കുറഞ്ഞ് ആയിരിക്കും പല്ലുകൾ വരുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 8 മാസം ആകുമ്പോഴേ കുഞ്ഞിൻ്റെ പല്ലിലൊക്കെ കളർ വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ, പാല് രാത്രി കൊടുക്കുമ്പം ഈ ലാസ്റ്റ് കവിള് കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിള്ളേരുടെ ഫ്രണ്ടിലത്തെ പല്ലുകൾ കേടാവുന്നതും കാണാൻ പറ്റും. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
പാല് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു നീറ്റ് ഗോസ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പല്ല് വന്ന അന്ന് മുതൽ, ഇത്ര ചെറുതായിക്കോട്ടെ കുഞ്ഞ്, അത്രയും ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പല്ല് ബ്രഷ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. 2 നേരം തന്നെ ബ്രഷ് ചെയ്യണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. കുട്ടികൾക്കാണെങ്കിൽ പോലും ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഇനി നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഫിംഗർ ബ്രഷസ് കിട്ടും. അത് വളരെ സോഫ്റ്റാണ്, കുഞ്ഞുങ്ങളെ ഹേർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ അത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഈ പല്ലുകൾ കേടാവുന്ന ഫസ്റ്റിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ പല്ലിൻ്റെ ഒരു ചുറ്റിനും ഒരു വൈറ്റ് ലീഷൻസ് പോലെ, വൈറ്റ് കളർ ഇങ്ങനെ ബാൻഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ടൂത്ത് മൂസ് പോലത്തെ മെഡിക്കേറ്റഡ് സാധനങ്ങൾ കിട്ടും, നമുക്ക് അവൈലബിൾ ആണ്. ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെടുത്ത് തേച്ച് ഒരു രാത്രി നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് മിനറലൈസേഷൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം. ആൻഡ് ഇറ്റ് ഇസ് പ്രാക്ടിക്കൽ ഓൾസോ. ഇറ്റ് ഈസ് അവൈലബിൾ കൊമേഴ്ഷ്യലി. ഓക്കെ, അപ്പോൾ അതിനും ഒരു ഡെന്റിസ്റ്റിനെ കാണുക. ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ടൂത്ത് മൂസ് ആണ് ഉപയോഗിക്കേണ്ടത് അങ്ങനത്തെ കേസിൽ. പല്ല് കേടായതിനു ശേഷം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻസിലേക്ക് ചിന്തിക്കേണ്ടി വരും. ഓക്കെ, കുറ്റിപ്പല്ല് നിൽക്കുന്നത് എടുത്ത് കളയേണ്ടി വരും. ശാന്തി സുരേഷ് 6 വയസ്സായതുകൊണ്ട് മിക്കവാറും ഒരു 7 തൊട്ട് 8 വയസ്സാകുമ്പോഴത്തേന് മേളിലത്തെ പല്ല് വരേണ്ടതാണ്. അപ്പോൾ ആ സമയത്തേക്ക് വരുന്ന പല്ലുകൾ വരുമ്പോഴത്തേന് നമുക്ക് ആ ഈ കുറ്റിയായിട്ട് നിൽക്കുന്ന പല്ലുകൾ നമുക്ക് എടുത്തു കളയാൻ പറ്റും. ഓക്കെ, ഓക്കെ. ബൈജു കുമാർ, മൈ മാൻഡിബിൾ ഫ്രാക്ചർഡ് ഇൻ ബോക്സിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് വൺ ഇപ്പം ഫ്രാക്ചറായിട്ട് ഇപ്പം ഫ്രാക്ചറായിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് അത് കേസ് എന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി തന്നെയാണ് മാക്സിലോഫേഷ്യൽ സർജറിയെ കുറിച്ചും ചോദിച്ചിരുന്നത്. മാൻഡിബിൾ ഫ്രാക്ചർ ചെയ്യുന്നത് നമ്മളത് സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതും സർജൻ്റെ ഹെൽപ്പോടു കൂടിയാണ്, ഹോസ്പിറ്റലൈസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് അതിൻ്റെ എക്സ്റേ കണ്ടാലേ എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വലിയ ഫ്രാക്ചേഴ്സ് ഒന്നും അല്ലെങ്കിൽ ഈവൻ ക്ലിനിക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും, സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് ആദ്യം എക്സ്റേ കണ്ടാലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഫാസി പാലക്കാടാണ്. ഫ്രണ്ട് അപ്പ് പല്ലിലെ വിടവ് മാറ്റാൻ എന്താണ് ബെറ്റർ? ഫ്രണ്ട് അപ്പ് പല്ലിൻ്റെ വിടവ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമ്പിയിട്ട് അടുപ്പിക്കാം. ഒന്ന് അല്ലെങ്കിൽ ഇൻവെസ്ലൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞാൽ, അതിന് പല പേരുകളുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ട്രേസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പല്ലുകളുടെ വിടവുകൾ ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെനിയേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇത് സാധാരണ കമ്പി ഇടുന്നത് അറിയാലോ, പല്ലിൽ മുത്ത് പിടിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ ക്ലിയർ അലൈനർ അല്ലെങ്കിൽ ഇൻവെസ്ലൈൻ പോലുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഇത് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഇതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷൻ. ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ക്ലിയർ അലൈനർ എന്ന് പറയും, ഇതിനെ ഇൻവെസ്ലൈൻ എന്ന് പറയുന്നവരുണ്ട്, റീറ്റെയിനേഴ്സ് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഉപയോഗിക്കാം. പിന്നുള്ളത് വെനിയേഴ്സ് ചെയ്യാം. ചെറിയ ഗ്യാപ്പുകളൊക്കെ ആണെങ്കിൽ വേണേൽ ഫില്ല് ചെയ്ത് നിർത്താം. അതല്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെനിയേഴ്സ് ആണ്. ഹാഫ് കവറിങ്ങേ വരുള്ളൂ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഓപ്ഷൻസ്. ഫ്രണ്ടിലത്തെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ഇത് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കൺസെപ്റ്റിനനുസരിച്ചാണ്. ഇപ്പം ഓരോ പേഷ്യൻസിനും ഓരോ കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ യു ക്യാൻ കോൾ us 7999995339. ഓക്കെ, ഞങ്ങൾ സ്മൈൽ കൊച്ചിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഇത് നേരത്തെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നത്. അതിൽ യു ക്യാൻ കോൾ us. ഓക്കെ, ഓക്കെ. യാസിർ അറാഫത്ത്, ഐ തിങ്ക് ഐ ഹാവ് ഗിവൻ ഓൾ ദ ആൻസേഴ്സ്. ഞാൻ മറുപടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്കളുടെ കമൻറ്റിന്. റോബിൻ സെബാസ്റ്റ്യൻ, പല്ലിൻ്റെ യെല്ലോ കളർ മാറാൻ എന്നാ ചെയ്യണം? അത് ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ ടീത്ത് വെൽ. അതാദ്യം നല്ല ബ്രഷിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. യെല്ലോ കളർ വന്ന കളറിനെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ പല്ലിൻ്റെ ഒരു ലെയറിൻ്റെ കളറാണ്.
പല്ലിൻ്റെ ഫസ്റ്റ് ലെയറിനാണ് വെള്ള കളർ നിൽക്കുന്നത്. ആ വെള്ള കളർ പോയിട്ട് യെല്ലോ കളർ ആവുന്നത് പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഒരു റീസൺ. ഓക്കെ, ഒരു റീസൺ, ദർ ആർ മെനി റീസൺസ്. പിന്നെ ഫ്ലൂറോസിസ് ഉള്ളവർക്കും പല്ലിൻ്റെ കളറുകൾ വ്യത്യാസം വരും. അതുകൊണ്ട് ഓപ്ഷൻസ് ബ്രൗൺ കളറൊക്കെ വരുന്നവരുണ്ട്. അതങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. ഇത് ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ടീത്ത് വൈറ്റനിങ്. ടീത്ത് വൈറ്റനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 വർഷം 2 വർഷത്തേക്ക് പല്ല് വെളുത്ത് തന്നെ ഇരിക്കുന്ന രീതിയിലുള്ള ടീത്ത് വൈറ്റനിങ് ചെയ്യാം, പ്രൊവൈഡഡ് യു മെയിൻറ്റെയിൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനും ഞങ്ങളെ വിളിക്കാം, സ്മൈൽ കോച്ചിയെ വിളിക്കാം. സ്മൈൽ കോച്ചിയെ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും യെല്ലോ കളറാണെന്ന് തോന്നുന്നു മെയിൻ പ്രശ്നം. യെല്ലോ കളറാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉണ്ണി മുഹമ്മദ്, എൻ്റെ പല്ല് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്, കമ്പി ഇടാതെ റെഡിയാക്കാൻ പറ്റുമോ? ഇത് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കമ്പി ഇടാതെ റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം എക്സ്റേസ് കാണണം. എക്സ്റേസ് കാണാണ്ട് എനിക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. വിത്ത് യുവർ ഇംപ്രഷൻ ആൻഡ് ഫേസിൻ്റെ പ്രൊഫൈല് നമുക്ക് കിട്ടിയാൽ മാത്രമേ കമ്പി ഇടാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന പോലെ പല്ലല്ലേ നമ്മളെന്താ പറഞ്ഞാലെന്നൊക്കെ വിചാരിക്കും. എല്ലാവരും ഓൺലൈനിൽ കൂടെ എന്താ പറഞ്ഞു തന്നാൽ, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാലെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. ഓരോ പല്ലിനും ഓരോ സൈസാണ്. അപ്പം അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ സ്കെലിറ്റൽ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടേത് മറ്റേ ആളുമായിട്ട് ഒരിക്കലും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഒരാളുടെ മുഖം നമുക്ക് കാണാണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ പല്ലുകൾ കാണാണ്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ പല്ല് പൊങ്ങിയിട്ടാണ്, അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കണ്ണും അടച്ച് നമുക്കൊരു ബ്ലൈൻഡ്ലി പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതൊന്നും. ഇതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. പല്ലായതുകൊണ്ട് നിങ്ങൾ അതിനെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണണ്ട. ട്രീറ്റ്മെൻറ്റ്സ് എപ്പോഴും നമുക്ക് കാണാതെ. ഇപ്പം നിങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ ഡോക്ടറിനെ പോയി കണ്ടാലല്ല മരുന്ന് വാങ്ങിക്കുള്ളൂ. അല്ലാതെ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ പറയുന്ന മരുന്ന് നമ്മൾ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുതന്നെയാണ് പല്ലിൻ്റെ കേസിലും. പല്ലിൻ്റെ കേസിലും പിന്നെ നമുക്ക് വരുമ്പോൾ അത് പല്ല് ഡോക്ടറെ കാണിക്കാണ്ട് തന്നെ, ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ മാത്രമേ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതൊരു ബേസിക് ഒരു ഇൻഫർമേഷനാണ്. കൈൻഡ്ലി എല്ലാ 6 മാസം കുടിക്കുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. ആൻഡ് നിങ്ങളുടെ അടുത്തുള്ള ആരുമായിക്കോട്ടെ, ഡെന്റിസ്റ്റ് ഏതുമായിക്കോട്ടെ, ആരാണെങ്കിലും എല്ലാവരും പഠിച്ചിട്ട് ഇറങ്ങുന്നവർ തന്നെയാണ്. സോ യു ഹാവ് ടു ഗോ ആൻഡ് വിസിറ്റ് ദം ആൻഡ് ഡു എ തറോ ക്ലീനിങ്. എല്ലാ വർഷവും ക്ലീനിങ് ചെയ്യണം. പിന്നെ പല്ല് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഭയങ്കരമായിട്ട് ഉരച്ച് തേക്കൊന്നും വേണ്ട. 2 times ബ്രഷിങ് ഈസ് ഇനഫ്. പിന്നെ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. റൗണ്ട് ആൻഡ് റൗണ്ട് മോഷൻ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ പിടിച്ച് ഒരു സ്വീപ്പിംഗ് മോഷനിൽ പല്ല് തേക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റോബിൻ സെബാസ്റ്റ്യൻ, ഐ ഹാവ് ഗിവൻ യു റിപ്ലൈ തന്നിട്ടുണ്ട്. സോറി ഫോർ ദ ലേറ്റ് റിപ്ലൈ. ഓക്കെ, ഇപ്പം എല്ലാം കൂടെ പറയേണ്ടത് കൊണ്ടാണ് ഇപ്പോഴാണ് കമൻറ്റ് നോക്കാൻ തുടങ്ങിയത്. പിന്നെ പല്ലിനെ ക്ലിപ്പിട്ട് 1 year ശേഷം എടുത്തു, ഫുൾ താഴ്ന്നു, പിന്നെ പൊങ്ങുന്നു, അതിന് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരിക്കലും ഒരു പേഷ്യൻറ്റിനെ കാണാതെ പറയാൻ പറ്റില്ല. ചില കേസുകളിൽ ഈ പേഷ്യൻ്റ് തന്നെ നാക്കിട്ട് തെള്ളുന്നവരുണ്ട്. സംസാരിക്കുമ്പോൾ പോലും താ എന്നുള്ള വാക്കുകളൊക്കെ വരുമ്പോഴത്തേനും നാക്കിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് തള്ളി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ടങ് ത്രസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കമ്പിയിട്ട് എത്ര താന്നാലും ഈ നാക്ക് ഇങ്ങനെ ഇട്ട് തെള്ളുന്നതുകൊണ്ട് തിരിച്ച് പഴയപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരുന്നതായിട്ട് കാണും. ഒരു റീസണാണ്. സെക്കൻഡ് റീസൺ, ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണും. ഇച്ചിരി താഴ്ന്ന പല്ലിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കേസിലും ഇതുപോലെ തന്നെ താഴ്ന്നിട്ട് പിന്നെ തിരിച്ച് പൊങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം. വീണ്ടും കമ്പി ഇടാം, അല്ലെങ്കിൽ ഗ്യാപ്പ് മാത്രം ഇല്ലെങ്കിൽ വെനിയേഴ്സ് ഇട്ട് ക്ലോസ് ചെയ്യാം, പിന്നെ പ്ലസ് ആ അറ്റാച്ച്മെൻറ്റ് എടുത്ത് കളയാം. അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ചെയ്തിട്ടാണ് ഈ സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പല്ല് പോയത് വെപ്പ് പല്ല അല്ലാതെ ഫിക്സായി വെക്കാമോ? തീർച്ചയായിട്ടും വെക്കാം. പല്ല് പോയത് ഞാനത് കുറച്ച് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മുടെ പല്ല് വെക്കുന്നത് 2 രീതിയിൽ ഫിക്സഡായിട്ട് വെക്കാം. ഒന്ന് ഇംപ്ലാന്റ് വെക്കാം, അതല്ലെങ്കിൽ ഫിക്സഡ്
പാർഷ്യൽ ഡെഞ്ചർ. ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇംപ്ലാന്റ് കാണിക്കാം. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ക്രൂ പോലെ ഒരു സാധനമാണ്. അതിനകത്ത് നമ്മുടെ എല്ലിനകത്തോട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ വെച്ചിട്ട് അത് ഫിക്സ്ഡ് ആയിരിക്കും. അതിൻ്റെ പുറത്താണ് നമ്മൾ ഫുൾ പല്ലുകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം പല്ല് പോയവരുടെ കേസിൽ ഇപ്പം ഊരി വെക്കുന്ന പല്ല് നമുക്ക് വേണമെങ്കിൽ മറക്കാവുന്ന കാര്യമാണ്. കാരണം ഇപ്പം പല്ല് വെക്കുന്നത് ഫിക്സഡായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് ഇംപ്ലാന്റ്സ്. കാണാൻ പറ്റും, അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആണ്, അതിനകത്ത് ഓരോ ഇംപ്ലാന്റ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മുടെ എല്ലിനെ മിമിക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല്ല് കൊടുക്കാൻ പറ്റും. ഇത് തന്നെ ഒരു പല്ലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒറ്റ പല്ലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പകരമുള്ള അടുത്ത ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇൻ കേസ് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പറയുകയാണെങ്കിൽ ഇത് ചെയ്യാം. ദിസ് ഈസ് ഇടയ്ക്കൊരു മിസ്സിങ് പല്ലുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാണാമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കത്തെ ഒരു പല്ലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനൊക്കെ ചെയ്തേക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും പല്ലിനെ ചെറുതാക്കിക്കൊണ്ട് ആ 2 പല്ലിൻ്റെ ബലത്തിൽ നമ്മൾ 3 പല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാലോ അല്ലേ? ഇങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് വെച്ച് കൊടുക്കുന്നത്. ഈ കേസുകളിലാണ് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫിക്സഡായിട്ട് പല്ല് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സനോഷ് ഉമ്മൻ, ഐ തിങ്ക് യു ഹാപ്പി നൗ. ആൻഡ് ഇംപ്ലാന്റിങ് എക്സ്പെൻസീവ് ആണ്. ഇംപ്ലാന്റ് 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്പെൻസീവ് അല്ലാണ്ടേയും ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളിപ്പം ചോദിച്ചതിൻ്റെ ആൻസർ ഞാൻ പറയുകയാണെങ്കിൽ കാർഡിയാക് സ്റ്റെൻറ്റിന് എത്ര രൂപയാകും എന്ന് ചോദിക്കുന്ന പോലൊരു ഉത്തരമാണ് ഞാൻ ഇതിന് പറയേണ്ടത്. കാരണം ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്ന് സ്റ്റെൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കും ഏതാ എക്സ്പെൻസീവ്, ഏതാ നല്ലതെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇംപ്ലാന്റ് നമ്മുടെ എല്ലിനകത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം കൈൻഡ്ലി യൂസ് എ ഗുഡ് ക്വാളിറ്റി വൺ. അപ്പം എല്ലാ ടൈപ്പും ഉണ്ട്. യു വിൽ ഹാവ് വേരിയൻസ്. ആക്ച്വലി ഒത്തിരി വേരിയൻസ് ഉണ്ട്. ചില വേരിയൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബ്രിഡ്ജ് ഇടുന്ന അതേ കോസ്റ്റ് എഫക്റ്റീവ് തന്നെയായിട്ട് വരുന്ന ഇംപ്ലാന്റുകളും ഉണ്ട്. വാട്ട് ഐ വുഡ് പ്രൊമോട്ട് ഇസ് നോബൽ ബയോകെയറിൻ്റെ ഇംപ്ലാന്റ്സ് ആണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇറ്റ്സ് ജർമ്മൻ മെയ്ഡ് ആൻഡ് ഇറ്റ്സ് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ്. അതിൻ്റെ പിന്നെ എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ദേ വിൽ റീപ്ലേസ് ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഐ സപ്പോർട്ട് നോബൽ ബയോകെയർ. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലും ഇംപ്ലാന്റിൻ്റെ കേസിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് വിളിക്കാം. സ്മൈൽ കൊച്ചിയെ വിളിക്കുക 7999953339. ഓക്കെ, ആൻഡ് എനിക്ക് 25 വയസ്സുണ്ട്. പല്ല് പൊങ്ങിയിട്ടുണ്ട്. മുകളിലത്തെ 2 പല്ല് തിരിഞ്ഞ് വളഞ്ഞിരിക്കുന്നതാണ്. കമ്പി ഇടാതെ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ മുകളിലത്തെ പല്ല് തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് എത്രമാത്രം തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവില്ല. അതൊരു പേഷ്യൻറ്റിനെ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ പല്ലിൻ്റെ ഒരു അളവും എക്സ്റേയും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ. കമ്പി ഇടാതുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. ഇൻവെസ്റ്റ്ലൈന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്ലൈനൊക്കെ ഓർത്തഡോണ്ടിസ്റ്റുമാരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് രജിസ്റ്റേർഡ് ഓർത്തഡോണ്ടിസ്റ്റ് ഉണ്ട് ഇൻവെസ്റ്റ്ലൈൻ്റെ, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. അതല്ലെങ്കിൽ വേറെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ക്ലിയർ അലൈനർ പോലത്തെ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. പക്ഷേ ഇത് നിങ്ങളുടെ പല്ലിന് സൂട്ടബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളത്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. നിങ്ങൾക്ക് ഓർത്തഡോണ്ടിസ്റ്റിനെ വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക, സ്മൈൽ കൊച്ചിയെ വിളിക്കുക. ഓക്കെ, ഓർത്തഡോണ്ടിസ്റ്റ് ആണ് പല്ല് നേരെയാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ. സോ കൈൻഡ്ലി നിങ്ങളുടെ അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ പോവുക ആൻഡ് ഇൻസിസ്റ്റ് orthodontist to see you. Okay, so you can talk to them. Okay, പിന്നെ അടുത്തത് ഷിഹാബ് PM
പൊങ്ങിയ പല്ല് നേരെയാക്കാൻ ഓർത്തോ ട്രീറ്റ്മെൻ്റ് ആണോ അലൈനർ ട്രീറ്റ്മെൻ്റ് ആണോ നല്ലത്? അതിനും ഉത്തരം ഇത് തന്നെയാണ്. എനിക്കതിൽ വേറെ വ്യത്യാസമുള്ള ഉത്തരങ്ങളൊന്നുമില്ല. കാരണം ഒരാളുടെ പല്ല് കണ്ടാൽ മാത്രമേ എനിക്കിതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. രണ്ടും ഈക്വലി ഗുഡാണ്. രണ്ടിനും അതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം കമ്പി ഇടുന്നതാണെങ്കിൽ നിങ്ങൾ എന്നോട് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ അത് മുത്തൊക്കെ പിടിപ്പിക്കുമ്പോൾ പലർക്കും ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഇങ്ങനെ വായിക്കകത്ത് ഇങ്ങനെ സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട് അതിന്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് ഓരോ പല്ലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് ഈ വേദനയോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നല്ല സുഖമായിട്ട് തന്നെ പല്ല് അടുത്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് നമ്മുടെ അലൈനേഴ്സ്. പക്ഷെ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം അതാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, ഫൈൻ. സോ ആദ്യം നിങ്ങളുടെ പല്ല് എനിക്ക് കണ്ടാൽ മാത്രമേ അപ്പോൾ അതിന് ഏതാണ് നല്ലതെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് എൻ്റെ മോളുടെ പല്ലിൻ്റെ മേലെ ഒരു പല്ല് വന്നു എന്ന് വീണ്ടും നസ്രി പറഞ്ഞിട്ടുണ്ട്. വയസ്സ് 15 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കേസുകളിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് ആ 2 പല്ലുകളും പെർമനൻറ്റ് പല്ലുകളാണോ എന്നാണ് അറിയേണ്ടത്. ആണെങ്കിൽ 15 വയസ്സായ കുട്ടിക്ക് തീർച്ചയായിട്ടും കമ്പി ഇടാൻ പറ്റും. കമ്പി ഇടുവോ അലൈനർ ചെയ്യുവോ ചെയ്യാൻ പറ്റും. കമ്പി ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് പല്ല് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ല പാൽപ്പല്ലാണെങ്കിൽ ആ പാൽപ്പല്ലിനെ എടുത്ത് കളഞ്ഞിട്ട് കമ്പി ഇടേണ്ടതാണെങ്കിൽ കമ്പി ഇടേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ് അരവിന്ദ് ഉമ്മാടേത്ത് ചോദിക്കുന്നുണ്ട്, ഉമ്മിക്കരി യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ഓക്കെ. ഉമ്മിക്കരി യൂസ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് വശത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സ്റ്റഡീസൊന്നും അതിനെക്കുറിച്ചൊന്നും നടന്നിട്ടില്ല. ബട്ട് ടോട്ടൽ ഇപ്പം കോൾഗേറ്റ് ടോട്ടൽ ചാർക്കോളാണ് ഈ ഉമ്മിക്കരി എന്ന് പറയുന്ന സാധനം. ഉമ്മിക്കരി ചാർക്കോൾ കണ്ടൻറ്റ് കോൾഗേറ്റുകാർ അവരുടെ പേസ്റ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ അതിനൊരു നെഗറ്റീവ് ഉള്ളത് എനിക്ക് തോന്നിയത്, എനിക്ക് അതിൻ്റെ ഒരു ഫീല് തോന്നിയത്, അത് ഭയങ്കര റഫ് ആയതുകൊണ്ട് പല്ലിൻ്റെ ലെയർ പോകുമോ എന്നുള്ളതൊരു ഡൗട്ട് നന്നായിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്യുമ്പം ഭയങ്കര കട്ടിയുള്ള പൊടി ആയതുകൊണ്ട് പല്ലിൻ്റെ ലെയർ പോകാനുള്ള ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ അതിൻ്റെ കെമിക്കൽ മാത്രം എടുത്തിട്ട് കോൾഗേറ്റ് ടോട്ടലിനകത്തോട്ട് ചാർക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂത്ത് പേസ്റ്റിനകത്തോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ടൂത്ത് പേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ലാത്തൊരു പേസ്റ്റാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. അനിൽ ജോർജ്, പല്ല് പൊങ്ങിയിട്ട എൻ്റെ വായിൽ കമ്പിയിടാം, അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ. പല്ല് പൊങ്ങിയിട്ടാണെങ്കിൽ കമ്പി ഇടാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. കമ്പി ഇടാം, ഈ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ അലൈനർ ചെയ്യിടാം, എന്ത് വേണമെങ്കിലും അതിനകത്ത് ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. സ്മൈൽ കറക്ഷൻസ് ചെയ്യാം, നമുക്കത് എല്ലാം ഈ പേഷ്യൻസിനെ കാണാണ്ട് നമുക്കൊന്നും ഇങ്ങനെ ബ്ലൈൻഡ്ലി പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇതാണ്, വീണ്ടും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ക്ലിയർ അലൈനർ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ. അല്ലെങ്കിൽ സാധാരണ കമ്പി ഇടുന്നതായിട്ട് ഉപയോഗിക്കാം. കമ്പി ഇടുന്ന ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ പല്ല് ഇങ്ങനെയായിരിക്കും ഇടുക, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല്ലുകളിൽ കറക്റ്റായിട്ട് കിടക്കും, നമ്മൾ അറിയത്തില്ല, പല്ല് വായിക്കകത്ത് കിടപ്പുണ്ടെന്നുള്ളത് അറിയില്ല. അത് നമ്മൾ അറിയേണ്ട തന്നെ നമ്മുടെ പല്ലുകളെ അടുപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്ലിയർ അലൈനറിൻ്റെ ഗുണം. ഓക്കെ. സോ അതാണ് അതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ആര്യ സുരേഷ്, ഐ എം 26 years old from my friend upper row is likely raised, what's the correction? ആ കേസിൽ നമുക്ക് ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ കമ്പി ഇടാം, അല്ലെങ്കിൽ നല്ല കമ്പികളുണ്ട് കേട്ടോ, ഡേമൻ പോലുള്ള നല്ല ബ്രാൻഡുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പക്ക റിസൾട്ട് ആയിരിക്കും. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വന്ന് നമ്മൾ ക്ലിനിക്കിൽ പേഷ്യൻസ് പലരും ചോദിക്കാറുണ്ട്. ഇപ്പം ഒരു ബ്രാൻഡിൻ്റെ കമ്പിയും അല്ലെങ്കിൽ വേറെ ഡേമൻ പോലുള്ള കമ്പിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം ഭീമ പോലുള്ള കടയിലുള്ള സ്വർണവും സാധാരണ സ്വർണ്ണക്കടയിലുള്ള സ്വർണവും തമ്മിലുള്ള എന്താ വ്യത്യാസം എന്ന് ഞാൻ തിരിച്ചു ചോദിക്കാം. അതേപോലുള്ളതാണ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അതായത്
ബ്രാൻഡല്ല അവിടെ കാര്യം, കുറച്ച് ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നല്ല കമ്പനീസിൻ്റെ എടുക്കുമ്പോൾ. അതായത് കമ്പനീസ് അവർ കോംപ്രമൈസ് ചെയ്യില്ല, അതുകൊണ്ടായിരിക്കും അവരുടെ പ്രൈസ് ഇച്ചിരി കൂടുതലായിരിക്കും, പക്ഷെ അവർ കോംപ്രമൈസ് ചെയ്യില്ല. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. അങ്ങനെ കുറച്ച് കമ്പനീസ് ഉണ്ട്, അവരുടെ മെറ്റീരിയലിൽ കോംപ്രമൈസ് ചെയ്യാത്ത ടൈപ്പ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ നമ്മൾ സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി, പക്ഷേ ഇറ്റ് വിൽ ബി വെരി നൈസ്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഭയങ്കര പക്ക റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത്. ഷിഹാബ് തെക്കോടൻ, പല്ല് പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? പല്ല് പൊട്ടിപ്പോകുന്നത് പല റീസൺസ് ഉണ്ട്. ചിലപ്പം കേട് വന്നിട്ടായിരിക്കാം പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ കാൽഷ്യം പ്രശ്നമുണ്ടെങ്കിലും പൊട്ടിപ്പോകുന്നത് കാണാറുണ്ട്. ആൻഡ് അതിൻ്റെ വേറെ സയൻറ്റിഫിക് ഒത്തിരി പേരുകളുണ്ട്. അത് കുറേ ഡെഫിഷ്യൻസികളുണ്ടെങ്കിലും, കുറേ സാധനങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം. പല്ല് പൊട്ടുന്നതിന് ആദ്യത്തെ മേജർ ഫാക്ടർ പല്ല് ചെറിയ കേടുകൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പൊട്ടുന്നുണ്ട്. 2, പല്ല് രാത്രിയിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യത്തില്ല, എപ്പോഴും ഇങ്ങനെ രാത്രി ചുമ്മാ ഒക്കെ ഇരിക്കുമ്പം നമ്മൾ ദേഷ്യം വരുന്ന പോലെ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പോലും. അങ്ങനെയുള്ളവർക്കും ഈ പല്ല് പൊട്ടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പല്ല് വെച്ചിട്ടുള്ള കടിച്ചോണ്ടുള്ള പരിപാടികൾ, ഇപ്പം സ്പെഷ്യലി നമ്മുടെ ബ്യൂട്ടി പാർലറിലെ ചേച്ചിമാർക്കൊക്കെ പല്ലിൻ്റെ ഇവിടെ ഒരു നോച്ച് പോലെ വീഴും. കാരണം അവർ ത്രെഡ് വെച്ചിട്ട് വലിച്ചിട്ട് കടിച്ചു പിടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു പല്ലിലൊരു നോച്ച് വീഴും. നോച്ച് വീഴുന്നത് കുറേ വർഷങ്ങളുകൊണ്ട് ഇങ്ങനെ കടിച്ച് അങ്ങനെ വീഴുന്നൊരു സംഭവമാണ് അത്. അപ്പം നമ്മൾ പല്ലുകൊണ്ട് കൂടുതൽ കഴിക്കുന്നതല്ലാണ്ട് വേറെ കൂടുതൽ പരിപാടികളൊന്നും പല്ലുകൊണ്ട് ചെയ്യാൻ പോവണ്ട. കാരണം പല്ല് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ പല്ല് വായിക്കാതിരിക്കുമ്പോഴേ നമുക്ക് ഈ ചിരിയൊക്കെ ഉള്ളൂ. ആ പല്ല് പോയാൽ നമുക്കിതൊന്നും ഉണ്ടാവില്ല. അപ്പം സോ കൈൻഡ്ലി പ്രൊട്ടക്റ്റ് യുവർ ടീത്ത്. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ചില ആൾക്കാരുണ്ട് എന്ത് പറയുന്നത്, ഭയങ്കര കട്ടിയുള്ള ഇപ്പം കുപ്പിയുടെ അടപ്പൊക്കെ പൊട്ടിക്കാൻ പോകും, വായും കൊണ്ട് പോയിട്ട് പൊട്ടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പല്ലാണ്, അതിനോട് ഇച്ചിരി ദയവ് തോന്നുക. നമ്മളെ ബാക്കി ബോഡി പാർട്സിനെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ പല്ലിനെയും കൂടെ കുറച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ. ധന്യ സജിത്ത്, പല്ലിൽ ഇത്തിൽ മാറ്റാൻ എന്ത് ചെയ്യണം? ഓക്കെ, പല്ലിൽ ഇത്തിൽ മാറ്റാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളൊരു ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാളും നമ്മുടെ വായ്ക്കകത്തുള്ള അഴുക്കിനെ ആദ്യം മാറ്റിയാൽ മാത്രമേ എനിക്ക് അടുത്ത പ്രൊസീജിയേഴ്സ് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അതുകൊണ്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ടിട്ട് പല്ല് ക്ലീൻ ചെയ്യുക ആദ്യം. അതിനുശേഷം ദിവസവും 2 നേരം നിർബന്ധമായിട്ടും പല്ല് തേക്കുക, ഒന്നാമത്തെ കാര്യം. മിക്ക ആൾക്കാർക്കും പല്ല് തേക്കുമ്പോൾ വിട്ടുപോകുന്നൊരു ഭാഗമാണ് ഈ അകവശം. അപ്പം ആ ഭാഗങ്ങളും കൂടെ പല്ല് തേക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു 5 മിനിറ്റ് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് പല്ല് തേക്കുക. 2 നേരം എത്ര തിരക്കാണെങ്കിലും നിർബന്ധമായിട്ടും പല്ല് തേക്കുക. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള പ്രൊസീജിയർ. പിന്നെ വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുക. 6 മാസത്തിൽ ഡെൻറ്റിസ്റ്റിനെ കാണുക, 6 മാസത്തിലൊരിക്കൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ പല്ല് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട്, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അടുത്ത ഡൗട്ട്. ഇത്തൽ മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ ഒരു റീമ റപ്പായി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 10 വയസ്സുള്ള കുട്ടിയുടെ ഫ്രണ്ടിലത്തെ 2 പല്ലിന് ഭയങ്കര വലിയ സൈസാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോഴേ അനലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ചെറിയ മിസ്റ്റേക്കാണ്. അത് നമ്മുടെ കുട്ടികളുടെ ജോ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ പല്ലിൻ്റെ സൈസ് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വലുതാവുമ്പോഴേ നമുക്ക് ആ പല്ല് കറക്റ്റ് സൈസാണോ അതോ വലുതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. 10 വയസ്സുള്ള കുട്ടിക്കൊന്നും നമുക്കത് പറയാൻ പറ്റില്ല, കാരണം കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. വലുതാവുമ്പോൾ ഈ എല്ലും വളരും, അതിനനുസരിച്ചായിരിക്കും ആ പല്ലിൻ്റെ സൈസും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്ലൈൻ ചോദിച്ചിട്ടുണ്ട്. അത് ട്രേസിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ്, ഓരോ പേഷ്യൻ്റെയും ട്രേസിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്.
ഓക്കെ, എനിക്ക് 29 വയസ്സായി, ഫ്രണ്ടിലെ 2 പല്ല് പോയി, വേറെ വെച്ചത് ഇപ്പോൾ കറക്കുന്നു, അല്പം പൊന്തിയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചോദിച്ചേക്കുന്നത് സീതായനം രാം ആണ് ചോദിച്ചേക്കുന്നത്. അതിന് ആൻസർ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റൽ ബേസായിട്ടുള്ള ക്യാപ്പുകളുണ്ട്, മെറ്റൽ ഉണ്ട്, ഇതിന് കാണാൻ പറ്റും അകത്ത്. ഓക്കെ, ഇത് ആദ്യം വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ആ ഒരു ഗ്രേ ഷെയ്ഡ് വെളിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതൊരു മെറ്റൽ സെറാമിക്കിൻ്റെ ഒരു ചെറിയൊരു ദോഷമാണത്. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫ്രണ്ടിൽ പല്ല് വെക്കുമ്പോൾ ഏറ്റവും സജസ്റ്റീവ് മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്യാപ്പുകൾ വെക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രണ്ടിലത്തെ പല്ലിന് കാണാൻ കൊള്ളാവുന്ന അതായിരിക്കും. ഓക്കെ, സോ ആ ക്യാപ്പുകൾ മാറ്റിയിട്ട് പല്ലിൻ്റെ കളറിലെ തന്നെ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്യാപ്പുകൾ വെക്കാമെങ്കിൽ കുറച്ചുകൂടെ ഭംഗി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ സ്മൈൽ കറക്ഷനൊക്കെ നോക്കേണ്ടി വരും, കാരണം ഫ്രണ്ടിലത്തെ പല്ലായതുകൊണ്ട് സ്മൈൽ കറക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, സ്മൈൽ കൊച്ചിയിൽ വിളിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 7999995339 ആണ് നമ്പർ. ഓക്കെ ഓക്കെ ബിന്ദു കുഞ്ഞുമോൻ ക്ലിപ്പ് ഇടുന്നതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. പല റേറ്റാണുള്ളത്, ഏത് റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റിൽ അടങ്ങുന്ന ടൈപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് റേറ്റിലും ക്ലിപ്പുകൾ അവൈലബിൾ ആണ്. ഏറ്റവും ബേസിക് മുതൽ ഏറ്റവും അങ്ങേയറ്റം വരെയുള്ള ക്ലിപ്പുകളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കൺവീനിയൻസിനനുസരിച്ചാണ് അത് സെലക്ട് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ അത് പറയാനിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരും. അപ്പം അതിനും കൈൻഡ്ലി ഒന്നീ ഞങ്ങളെ വിളിക്കുക, സ്മൈൽ കൊച്ചിയെ വിളിക്കുക, അല്ലെങ്കിൽ യു ക്യാൻ കൈൻഡ്ലി വിസിറ്റ് യുവർ ഓൺ ഡെൻറ്റിസ്റ്റ് നിയർ ബൈ. ഓക്കെ, അപർണ എനിക്ക് 34 പല്ലുണ്ട്, അതെന്താണ്? ചില കേസുകളിൽ ഒരു എല്ല് കൂടുതലാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില കേസുകൾക്ക് ചിലർക്ക് പല്ലുകൾ എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. അതായത് ഡിസ്റ്റോമോളാർ, പാരമോളാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എക്സ്ട്രാ പല്ലുകൾ ഉണ്ടാവാറുണ്ട്. അത് ദോഷമൊന്നുമില്ല, അതിലൊരു വലിയ തെറ്റോ അല്ലെങ്കിൽ ഒരു കുറ്റമോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബഡ്, ഇപ്പോൾ ഒരു ട്വിൻ ഉണ്ടാവില്ലേ, ഇപ്പോൾ എല്ലാവരും ഒരു ട്വിൻ ഉണ്ടാവുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്, അല്ലല്ലോ. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു പല്ലുണ്ടാവുന്നത് അതിൻ്റെ ഒരു ഫോർമേഷൻ ടൈമിൽ ഒരു എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അത് മറ്റുള്ള പല്ലിനെ ഹേർട്ട് ചെയ്യാത്രത്തോളം കാലം, മറ്റുള്ള പല്ലിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പല്ലിനെ എടുത്ത് കളയേണ്ടതാണ്. ഓക്കെ, പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, പല്ല് ക്ലീൻ ചെയ്തത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പല്ല് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു പ്രൊസീജിയറാണ്. പക്ഷേ അത് ചെയ്യുന്നത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യരുത്. ഇപ്പോൾ എല്ലാ മാസവും വന്നിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ പോകും. അങ്ങനെ ചെയ്യേണ്ട വർഷത്തിലൊരിക്കലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ, ഷുഗറൊക്കെ ഉള്ളവർ 6 മാസത്തിലൊരിക്കൽ സ്കെയിലിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം മോണയ്ക്കുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ പറ്റും. ഈ മോണയ്ക്കുള്ള അസുഖങ്ങൾ കൊണ്ട് തന്നെ വേറെ പല അസുഖങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പല്ല് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചെയ്യുമ്പം ഒരുപാട് ചെയ്യാണ്ടിരിക്കുക. എന്തും അമൃതമാണെങ്കിൽ പോലും വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്ത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലൊക്കെ നിങ്ങൾക്ക് പല്ല് ക്ലീൻ ചെയ്യാം. ലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവെന്ത് ഞാനത് പറഞ്ഞു. ട്രേസിനനുസരിച്ചാണ്. രഞ്ജുവലക്സ് ആണ് ചോദിച്ചേക്കുന്നത്. അത് എത്ര ട്രേ ആണ് ഒരു പേഷ്യൻ്റ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചാർജ് വരിക. ബിജി ജോൺ ചോദിച്ചിട്ടുണ്ട്, ഐ ആം 31 years old, still not grow up the last teeth. Now there is pus and blackish color. What should I do? Okay, 31 വയസ്സുള്ള ഒരാൾക്ക് പുറകിൽ പല്ല് ഇപ്പോഴും വെളിയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അത് വിസ്ഡം ടൂത്ത് ആയിരിക്കും. അത് വെളിയിലേക്ക് വരുന്നു എന്നുള്ളതൊരു തോന്നൽ മാത്രമാണ്. കാരണം 31 വയസ്സായ ഒരാൾക്ക് പല്ലുകളൊക്കെ ഓൾറെഡി എല്ലുകളൊക്കെ ഓൾറെഡി വളർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് സ്പേസ് ഉണ്ടാവില്ല. ഇത് അവിടെ ഇരുന്നിട്ട് പുഷ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പുഷിങ് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് പസ്സ് വരും, പസ്സും പെയിനും ഒക്കെ വരും. എന്നിട്ട് ഈ ഒരു പല്ലിരുന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന നല്ല പല്ലിനെയും കൂടെ കേടാക്കാനുള്ള ഒരു സാധ്യത അതിനുണ്ട്. അതുകൊണ്ട് കൈൻഡ്ലി വിസ്ഡം ടൂത്തുകൾ ഇമ്പാക്റ്റഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഇമ്പാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം. സുറുമി ഷക്കീർ, എൻ്റെ മുകളിലത്തെ പല്ല് കുറച്ച് പൊങ്ങിയതാണ്, കമ്പി ഇടാതെ എന്ത് ചെയ്യാൻ പറ്റും?
ഓക്കെ, കുറച്ചാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അലൈനേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് പ്ലീസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈൻഡ്ലി കോളേഴ്സ് സ്മൈൽ കൊച്ചിയെ വിളിക്കുക. 7999995339 ആണ് നമ്പർ. ഓക്കെ ഓക്കെ സുറുമി സക്കീറാണിത് ചോദിച്ചത്. ശിവൻ ചോദിച്ചിട്ട് കമ്പിടാതെ പല്ലിൻ്റെ വിടവ് മാറ്റാൻ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കോസ്റ്റാണ് അറിയേണ്ടത്. കോസ്റ്റ് പല ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പം വെനിയർ ഇടുവാണെങ്കിൽ ഗ്യാപ്പ് വെനിയറിന് വേറെ കോസ്റ്റാണ്, അലൈനറിന് വേറെ കോസ്റ്റാണ്, കമ്പി ഇടുന്നതിന് വേറെ കോസ്റ്റാണ്. അത് ഓരോന്നിനും ഒരു 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 ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഒരു 10-15 വെറൈറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മൾ നേരിട്ട് നമ്മളെ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് സാധനം നമുക്ക് എങ്ങനെയാണ്, ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ, അതിനനുസരിച്ചായിരിക്കും ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നത്. ഓക്കെ, പല സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ കേടുകളൊക്കെയാണ് ഫില്ലിംഗ് ഒക്കെ ചെയ്താലും നിൽക്കുന്നതാണെങ്കിൽ അതൊക്കെ വളരെ മിനിമൽ പൈസയ്ക്ക് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപർണ ഡോക്ടറിൻ്റെ പല്ലിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. ഐ ഡോണ്ട് ഡു എനിത്തിങ് മച്ച് ആക്ച്വലി. ഞാൻ ഇന്നുവരെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാ വർഷവും ക്ലീൻ ചെയ്യാറുണ്ട്. പല്ല് നോർമലി തന്നെ 2 times ബ്രഷ് ചെയ്യാറുണ്ട്. അത് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ചെയ്യാറില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറഞ്ഞ ഷിഹാബ് PM, പല്ല് ക്ലീൻ ചെയ്യുന്നത് മൂലം ഇനാമൽ തേഞ്ഞു പോകുമോ? അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് പ്രാവശ്യം ചെയ്താൽ തീർച്ചയായിട്ടും പോകും. അതായത് ഇപ്പം എല്ലാ മാസവും അല്ല 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴൊക്കെ പോയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഷുവർലി ഇറ്റ് വിൽ എഫക്റ്റ്. അതല്ലാണ്ട് ഇപ്പോൾ ഒരു വർഷത്തിലൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ 6 മാസം കൂടിയിരിക്കുമ്പോൾ ചെയ്താലൊന്നും യാതൊരു പ്രശ്നവും അതിനുണ്ടാവില്ല. പല്ലിൻ്റെ സൈസ് കുറയ്ക്കാവോ? അതൊക്കെ കറക്ഷൻസ് ഒക്കെ, സ്മൈൽ കറക്ഷൻസ് ഒക്കെ വണ്ടർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നോളജീസ് ഇപ്പോൾ ഉണ്ട്. ചില ആൾക്കാർ, ഞാൻ മുമ്പേ ഒരു കേസ് പറഞ്ഞിരുന്നു, നല്ല നീളമുള്ള നല്ല പൊക്കമുള്ള ആണുങ്ങൾക്കൊക്കെ ചെറിയ പല്ലുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ പല്ല് കാണാത്ത രീതിയിലുള്ള കേസുകൾ. അതേ കേസ് തന്നെ തിരിച്ചുകൊണ്ട്, അതായത് ഇപ്പം പല്ല് വലിയ പല്ലുകളുണ്ട്, അതായത് ചെറിയ വായും പല്ല് വലുതായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് സ്മൈൽ ഡിസൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മാഡം, എൻ്റെ മകളുടെ പല്ല് കാൽഭാഗം പൊട്ടിയിട്ടുണ്ട്. 2 പല്ലുകൾക്കിടയിൽ പല്ലുകൾ വരുന്നുമുണ്ട്. ഇരിക്കുന്നത് ഇത് ശരിയാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ശരിയാക്കാൻ പറ്റും. ഏജ് 10 ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞാൻ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ചില കേസുകളിൽ നമ്മൾ ഇപ്പം സപ്പോസ് ഒരു 6 തൊട്ട് 9 വയസ്സിന് ഇടയ്ക്ക് ചില കേസുകൾക്ക് നമുക്ക് ഇൻ്റർസെപ്റ്റീവായിട്ട് ഓർത്തഡോണ്ടിക്സ് ചെയ്യാൻ പറ്റും. ഇൻ്റർസെപ്റ്റീവ് എന്നത് ചില കേസുകളിൽ നമ്മൾക്ക് സ്കെലിറ്റൽ ഗ്രോത്തിനെ, ഇപ്പം കുഞ്ഞു പിള്ളേരിൽ തന്നെ ഭയങ്കരമായിട്ട് മേളിലത്തെ മോണയൊക്കെ ഇങ്ങനെ വലുതായിട്ട് വരുന്നത് കാണാം, അല്ലെങ്കിൽ താഴത്തെ താടി വലുതായിട്ട് വരുന്നത് കാണാം. അങ്ങനെയൊക്കെയുള്ള കേസസിൽ, അല്ലെങ്കിൽ ഈ താഴത്തെ മേളിലത്തെ മോണ ചെറുതായിരിക്കുന്നത് കാണാം. അങ്ങനെയൊക്കെയുള്ള ഒരു കേസസിൽ 6 തൊട്ട് ഒരു 10 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇൻ്റർസെപ്റ്റീവ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് മോണയൊക്കെ ഇച്ചിരി കൺട്രോൾ ചെയ്ത് വലുതാക്കാൻ പറ്റും. അങ്ങനെ വലുതാക്കിയാൽ കമ്പി ഇടേണ്ടി വരും തീർച്ചയായിട്ടും, പക്ഷേ കമ്പിടേണ്ടി വരും. ബട്ട് അത് ലേറ്റർ ഓൺ ചെയ്യാം. പക്ഷെ ഒരു 60% കറക്ഷൻ നമുക്ക് 6 to 9 ഇയേഴ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, 10 ഇയേഴ്സിനുള്ളിൽ നമുക്ക് ആ ഒരു 6 to 10 ഇയേഴ്സിനുള്ളിൽ ഇൻ്റർസെപ്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകൾ സർജിക്കലായിട്ട് മാറാണ്ട്, അതല്ലെങ്കിൽ ആ കേസുകളൊക്കെ 15-18 വയസ്സാകുമ്പോഴത്തേന് സർജിക്കൽ കേസസ് ആയിട്ട് മാറിയിട്ട് നമുക്കത് സാധാരണ കമ്പിയിട്ടിട്ട് ഒതുക്കാൻ പറ്റാത്ത രീതിയിൽ കേസസ് കാണാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ 6 തൊട്ട് 9 വയസ്സ് വരെ തന്നെ കാണിക്കണം. പിന്നെ ചിലവരുണ്ട് നല്ലോണം മോണ ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മോണ വെളിയിലേക്ക് കാണുന്ന ഉള്ള കേസുകൾ കണ്ടിട്ടുണ്ട്. അതിന് ഗം കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. ലിപ് ലെങ്തനിങ് ചെയ്യാം, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ചെയ്ത് മോണ കാണുന്നത്, മോണയിലെ കളർ, ഡീപിഗ്മെൻറ്റേഷൻ പോലത്തെ
പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഗംസിൻ്റെ കറക്ഷൻസ് ആണ്. പിന്നെ ജോൺ ബാബു റിപ്പീറ്റ് യുവർ ഫോൺ നമ്പർ പറഞ്ഞിട്ടുണ്ട്. 7999995339 ആണ് നമ്പർ. ഓക്കെ, എത്ര കമ്പിയിടാൻ ഞാൻ പറഞ്ഞില്ല. കമ്പിയിടാൻ പല ചാർജുകളുണ്ട്. എല്ലാ രീതിയിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, മുൻവശത്തെ 2 പല്ലുകൾക്കിടയിൽ വിടവുണ്ട്. ഒരിക്കൽ കമ്പി ഇട്ടതാണ്. ഇത് അടുപ്പിക്കുന്ന നൂതന ചികിത്സാ രീതി പെർമനൻ്റ് ആണോ? ടീത്ത് ബാൻഡ് സെൽഫായി യൂസ് ചെയ്താൽ ഫലപ്രദമാണോ? ഞാനിവിടെ കറക്റ്റായിട്ട് നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡെൻ്റൽ ഓർഗനൈസേഷൻസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ടീത്ത് ബാൻഡ് പോലത്തെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, ബട്ട് എനിക്ക് കുറച്ച് പേഷ്യൻസ് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ദ റിലയബിലിറ്റി ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പം പല്ലിൻ്റെ ഇടയിലെ വിടവ് കമ്പി ഇട്ടതാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് വന്നതെന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ, നമ്മളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് smilekochi.com സൈറ്റിൽ കയറാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. ട്വിറ്റർ, സ്നാപ്ചാറ്റ് എല്ലായിടത്തും സ്മൈൽ കൊച്ചിൻ തന്നെയാണ് പേര്, സ്മൈൽ കൊച്ചി. ഓക്കെ, അപ്പം സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക് എന്നാണ് പേര്. അതിൽ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സകല ഫോട്ടോസും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ത്രൂ ഓൾ ദ ഫോട്ടോസ്. പിന്നെ ഞങ്ങൾ പാലാരിവട്ടത്താണ് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, പൈപ്പ് ലൈൻ സിഗ്നലിലാണ്. ഓക്കെ, ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിലോ ഞാൻ ഒന്നുകൂടെ നമ്പർ പറയാം. 7999995339. ഓക്കെ, പിന്നെ അടുത്ത ആൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മുൻപല്ലിൻ്റെ മുകളിൽ ഇനാമൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബ്രഷ് ചെയ്യുമ്പോൾ പല്ല് പുളിക്കുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടി വരിക. ഇങ്ങനെയുള്ള കേസസിലും വെനിയേഴ്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ലൈവിൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ കഴിവതും എല്ലാവർക്കും റിപ്ലൈ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില കമൻറ്റുകളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. സോറി, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ കൈൻഡ്ലി എന്തെങ്കിലും ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കോൺടാക്ട് അസ് 7999995339. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറാം, www.smilekochi.com. ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, smilekochi.dentalclinic.com. അപ്പോൾ എവിടെ വേണമെങ്കിലും യു ക്യാൻ കോൺടാക്ട് അസ്, ദർ ഇസ് നോ പ്രോബ്ലം. ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. ഈവൻ ഇഫ് ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഐ ക്യാൻ ക്ലിയർ യുവർ ഡൗട്ട്സ്. യു ക്യാൻ വിസിറ്റ് യുവർ നിയർ ബൈ ഡെൻറ്റിസ്റ്റ്. എല്ലാ വർഷവും ഡെൻറ്റിസ്റ്റിനെ കാണുക, ഫിസിഷ്യനെ കാണുന്ന പോലെ തന്നെ ഡെൻറ്റിസ്റ്റിനെയും കാണുക. ഓക്കെ, അപ്പം സ്മൈൽ ഡിസൈനിങ് ആണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. സ്മൈലിനാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടിക്കണം, അപ്പോൾ കടിക്കാനും പല്ല് വേണം തീർച്ചയായിട്ടും. ബട്ട് സ്മൈലില്ല എന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് ഡ്രോബാക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ ഓൾവേസ് ലവ് ടു ഡു സ്മൈൽ ഡിസൈനിങ് ഫോർ എവ്രി വൺ ആക്ച്വലി. താങ്ക് യു സോ മച്ച്. ഇത്രയും എന്നെ കേട്ടതിന്. ചിലർക്കൊക്കെ എനിക്കൊന്ന് റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ഒന്ന് ചിലരൊക്കെ ഇതായിട്ടുണ്ട്. അപ്പം ഐ എം സോറി ഫോർ ദാറ്റ്. എല്ലാവരുടെയും വായിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഐ ഗിവ് യു ദ റിപ്ലൈസ് മാക്സിമം. ഞങ്ങളെ വിളിച്ചാൽ മതി, ഐ റിപ്ലൈ ടു യു. ഓക്കെ, ദർ ഇസ് നോ പ്രോബ്ലം. എന്ത് ഡൗട്ട് ആണെങ്കിലും യു ക്യാൻ കോൺടാക്ട് അസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് മീ. താങ്ക് യു.